നമസ്കാരം. ലോകം അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഭാരതത്തിലെ സംരക്ഷിത സ്മാരകങ്ങളും പുരാവസ്തുക്കളും ഒക്കെ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ച് കൈയടക്കാനുള്ള നടപടിയാണ് നമ്മളിപ്പോൾ അനുദിനം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ ആരാണ്? ആരാണ് അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നത്? അവരെ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടുക തന്നെ വേണം. 1995 വഖഫ് നിയമപ്രകാരം ഏത് വസ്തുവും കെട്ടിടവും വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് കഴിയുമെന്നുള്ള അധികാരം ഉപയോഗിച്ചാണ് സംരക്ഷിത സ്മാരകങ്ങൾ കൈവശപ്പെടുത്തുന്നത്. 1958 പുരാവസ്തു സ്മാരക നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബോർഡിന്റെ ഈ ഏകപക്ഷീയ നടപടി. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമത്തെ അനുസരിക്കാതെ അതിന് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അത് അനുവദിക്കുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. മതഭീകരവാദത്തിന്റെ ഭീഷണിക്ക് മുന്നിലാണ് നമ്മുടെ നാടിപ്പോൾ നിൽക്കുന്നത്. കാടൻ മത നിയമത്തിന്റെ പേരിൽ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി നാളെ ഒരു നാൾ മതരാജ്യം സ്ഥാപിക്കാമെന്നുള്ള സ്വപ്നം കാണുന്നവരുടെ ആദ്യ പടിയായി തന്നെ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. വരാനിരിക്കുന്ന വലിയ ഭീഷണിക്ക് മുന്നോടിയാണ് ഇത് എന്ന് തിരിച്ചറിയാതെയാണ് കേവലം വോട്ടിന് വേണ്ടി മാത്രം പ്രീണനവുമായി രംഗത്തിറങ്ങിയവർ വഖഫ് നടപടികളെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നത്. അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വില നൽകി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം. ഭരണഘടന അനുസൃതമായി നിയമനിർവഹണം നടന്നു പോരുന്ന ഒരു രാജ്യത്ത് ഇത്തരം നിയമനിരുദ്ധ ചെയ്തികൾ എന്തിന്റെ പേരിലായാലും അനുവദിക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെ ചെയ്യാൻ ആർക്കായാലും ധൈര്യം നൽകുന്ന നിയമങ്ങൾ ഏത് തരത്തിലുള്ളതായാലും തിരുത്തി എഴുതുകപ്പെടുക തന്നെ വേണം. നമ്മുടെ നാടിന്റെ വിശാലമായ താല്പര്യത്തിന് അത് ഗുണമായത് അത് തന്നെയാണ്. വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് കുടലൂതുന്ന ശബ്ദങ്ങൾ ആരുടേത് തന്നെയായാലും എതിർത്ത് തോൽപ്പിക്കുകയും വേണം. വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 250 സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്ത് കൈവശപ്പെടുത്തി എന്നുള്ള വാർത്ത ആരെയും അമ്പരിപ്പിക്കുന്നത് തന്നെയാണ്. ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത നിയമനിർവാഹമാണ് ഇത് എന്ന് പറയാതിരിക്കാനും വയ്യ. മത നിയമത്തിന്റെ പേരിൽ അരങ്ങേറുന്ന കയ്യേറ്റങ്ങൾ അനുവദിച്ചു നൽകിയാൽ നാളെ നമ്മുടെ നാട്ടിലെ പ്രശസ്തമായ പലയിടങ്ങളും വഖഫ് സ്വത്തായി വ്യാഖ്യാനിക്കപ്പെടും. അരാജകത്വവും സംഘർഷവുമായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വഖഫിന്റെ കയ്യേറ്റം വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കണ്ടെത്തിയിട്ടുള്ളത്. അയോധ്യയിലെ രാമജന്മഭൂമിയിലെ അവകാശം ഉന്നയിച്ച് മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബാബറി മസ്ജിദ് നിലനിന്നിരുന്നത് വഖഫ് ഭൂമിയിലാണ് എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അത് അംഗീകരിച്ചതെന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ സ്മാരകങ്ങൾക്ക് മേലെയും വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർക്ക് രാജ്യത്തെ നിയമവിരുദ്ധമായി എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഇങ്ങനെയൊക്കെ ചെയ്യാനാകുമോ എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കുകയാണ്. ഡൽഹി ഫിറോസ് ഷാ കോട്ട്ലയിലെ ജുമാ മസ്ജിദ്, RK പുരത്തെ ചോട്ടി ഗുംസി മക്ബറ, ഹൗസ് ഗാസ് മസ്ജിദ്, ഈദ്ഗാ എന്നിവയുടെ ഭൂമി അടക്കം വഖഫ് ബോർഡ് ഇതിനകം സ്വന്തം പേരിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. കർണാടകയിലെ ചരിത്ര പ്രസിദ്ധമായ ബിദാർ കോട്ടയ്ക്കുള്ളിലെ 17 സ്മാരകങ്ങൾ തങ്ങളുടെ സ്വത്തായി കർണാടക വഖഫ് ബോർഡ് കണ്ടെത്തിയതായി ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബിദർ കോട്ട വളപ്പിലെ 60 സ്വത്തുക്കളിൽ 17 വഖഫ് ബോർഡിന്റെ വകയാണ് എന്നാണ് അവകാശവാദം. മധ്യകാല ഡക്കാന്റെ തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പർവ്വതനിരയിലെ പട്ടണത്തിൽ 98 സ്മാരകങ്ങളാണ് ഉള്ളത്. അതിൽ 4 ദേശീയ സ്മാരകങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും 14 കർണാടക സംസ്ഥാന പുരാവസ്തു വകുപ്പും സംരക്ഷിച്ചു വരികയാണ്. 2014 ലോക സ്മാരക നിരീക്ഷണ പട്ടികയിൽ ഇടം നേടിയതായിരുന്നു ബിദാർ. അതെല്ലാം ഇപ്പോൾ അവരുടേതാണ് എന്നാണ് അവകാശം പറയുന്നത്. ഇത് എത്രയും വേഗം തിരുത്തപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ നാട് ഏത് അവസ്ഥയിലേക്ക് പോകുമെന്ന് ചിന്തിക്കാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല.